നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ഹൈമാസ് ലൈറ്റിലേക്ക് ഇടിച്ചു കയറി. ഞായറാഴ്ച വൈകിട്ട് 4:30 അപകടം. ചാലിശ്ശേരി സെന്ററിൽ നിന്നും ചങ്ങരംകുളം റോഡിലേക്ക് കയറുന്നതിനിടെ കാർ നിയന്ത്രണം നഷ്ടമായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച കാലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ചക്രങ്ങൾ തകരാറിലായതോടെ ഏറെ നേരം കാർ റോഡിൽ നിന്നും നീക്കം ചെയ്യാനാകാതെ കിടന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാർ നീക്കം ചെയ്യാനായത്. തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയിൽ 75 വയസ്സുകാരിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കുലുക്കല്ലൂർ സ്വദേശിനി ഫാത്തിമയെയാണ് കാണാതായത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയിലാണ് വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. കുലുക്കല്ലൂർ മാടാല ഫാത്തിമ എന്ന മാളുവിനെയാണ് കാണാതായത്. 72 വയസ്സാണ്. പുലർച്ചെ വീട്ടിൽ ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പുഴക്കരയിൽ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത്. ആഭരണങ്ങൾ വീട്ടിൽ അഴിച്ചുവെച്ച നിലയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന് കരുതുന്നത്. തുടർന്ന് ഫയർഫോഴ്സിന്റെയും സ്കൂബ സംഘത്തിന്റെയും നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ നാളെയും തുടരും. പുലർച്ചെ ഇവിടെ ഒരു 5:30 മണിക്ക് വലണ്ടായിരുന്നു പുഴയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീൻ പിടിച്ച് കയറിയപ്പോൾ അക്കരത്തു നിന്നും ഫോൺ വന്നു, ഇങ്ങനെ ആൾ മിസ്സിംഗ് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വീട്ടിലൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അയാൾ ആഭരണങ്ങളും ഒക്കെ അവിടെ ഊരി വെച്ചിട്ട് പുലർച്ചെ അവർ തിരഞ്ഞപ്പോൾ കാണാനായിട്ട് പുഴയിൽ വന്ന് നോക്കിയപ്പോൾ പുഴയിൽ അയാളെ ചെരുപ്പും ടോർച്ചും കണ്ടു. അങ്ങനെ നമുക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കുന്ന തോണിയുണ്ട്, അതെടുത്ത് തിരഞ്ഞു. പാലത്തിൻ്റെ അതുവരെ പോയി അക്കരി ഇക്കരി 2 സൈഡ് തെരഞ്ഞു. അതിലൊന്നും കിട്ടില്ല. ഭയങ്കര ഒഴുക്കുണ്ട് പുഴയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി. പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർ തിരയുന്നു. കൂറ്റനാടിനെ ഭീതിയിലാഴ്ത്തി തെരുവ് നായയുടെ ആക്രമണം. പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. ആക്രമിച്ച തെരുവ് നായയെ കണ്ടെത്താൻ തിരച്ചിലിനിറങ്ങി നാട്ടുകാർ. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് തെരുവ് നായ ആക്രമണം ഉണ്ടായത്. കൂറ്റനാട് സ്വദേശികളായ 40 വയസ്സുള്ള ഷജീറ, 23 വയസ്സുള്ള അരവിന്ദ്, 60 വയസ്സുള്ള സ്വാമിനാഥൻ എന്നിവർക്ക് പുറമെ ടൗണിലെത്തിയ മറ്റ് 2 വഴിയാത്രക്കാർക്കും കടിയേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയ നായ മറ്റൊരു തെരുവുനായ കുഞ്ഞിനെ കടിച്ചുകൊല്ലുകയും ടൗണിൽ മറ്റ് തെരുവുനായ്ക്കളെ മാരകമായി കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെ ആളുകളെ കടിച്ച് ഓടി മറയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി കൂറ്റനാട് സെന്ററിലും തൃത്താല റോഡിലുമെല്ലാം വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും നായയെ കണ്ടെത്താനായില്ല. കടിയേറ്റ 5 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂറ്റനാട് ടൗണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ഇതിനിടെ 5 പേർക്ക് കടിയേൽക്കുക കൂടി ചെയ്തതോടെ നാട്ടുകാരും ഭീതിയിലായി. ആക്രമണം നടത്തിയ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നാണ് നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. അടിത്തറയുടെ പ്രവൃത്തികളാണ് ആരംഭിച്ചത്. നേരത്തെ സ്ഥലത്തെ മണ്ണ് നീക്കൽ പ്രവൃത്തികൾ നടത്തിയിരുന്നു. 2017 സംസ്ഥാന ബജറ്റിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പം പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുവാൻ അനുമതിയായത്. 2018 കൊപ്പം പോലീസ് സ്റ്റേഷൻ താൽക്കാലിക വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടത്തിനായി സർക്കാർ ഫണ്ടും അനുവദിച്ചിരുന്നു. തുടർന്നാണ് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്ത് റവന്യൂ വകുപ്പിന്റെ അധീനതയിലുണ്ടായിരുന്ന 50 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. ഇതേ തുടർന്നാണ് ഇവിടെ കെട്ടിടം നിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പ് സ്ഥലത്തെ മണ്ണ് നീക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എറണാകുളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 നിലകളിലായാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും പുതിയ കെട്ടിടത്തിലുണ്ടാകും. കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടവും ആവും. കൊപ്പം, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ, വെളിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പരിധി. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിപുലമായ രീതിയിൽ നടപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഉടൻ തന്നെ ഇതുണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. തൃത്താല കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ പുതിയ ഫോട്ടോ ഷെയർ ചെയ്ത് VT ബൽറാം. ഇതാണോ നൂലിൽ കെട്ടിയിറക്കിയ ഫോട്ടോ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയും രംഗത്ത്. മുൻ തൃത്താല MLA VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗവും
മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CV ബാലചന്ദ്രൻ രംഗത്തെത്തിയതോടെ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തൃത്താലയിലെ കോൺഗ്രസ്. VT ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണെന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനമാണ് CV ബാലചന്ദ്രൻ ഉയർത്തിയത്. തൃത്താലയിലെ തോൽവിക്ക് കാരണം ബൽറാമിന്റെ അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ധിക്കാരം തുടർന്നാൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും CV ബാലചന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെയാണ് തൊട്ടടുത്ത ദിവസം കാലത്ത് VT ബൽറാം തന്റെ പുതിയ ചിത്രം സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചത്. വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സിപ്പ് ലൈനിൽ കയറി തൂങ്ങി സഞ്ചരിക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത്. CV ബാലചന്ദ്രന്റെ നൂലിൽ കെട്ടിയിറക്കിയ നേതാവെന്ന പരാമർശത്തിനുള്ള മറുപടിയായാണ് ബൽറാമിന്റെ സിപ്പ് ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഈ ചിത്രത്തിന് താഴെ വന്ന കമന്റുകളും അതീവ രസകരമാണ്. ഇതാണോ നൂലിൽ കെട്ടിയിറക്കിയ VT ബൽറാം എന്ന തരത്തിലുള്ള കമന്റുകളാണ് ചിത്രത്തിന് താഴെ നിറയുന്നത്. മാസങ്ങളായി തൃത്താലയിൽ കോൺഗ്രസ് രണ്ട് തട്ടിലാണ്. ഇരുചേരിയായി തിരിഞ്ഞാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതും. നേരത്തെ A ഗ്രൂപ്പും ബൽറാമിനെതിരെ രംഗത്ത് വന്നിരുന്നു. കപ്പൂരിൽ നടന്ന പ്രാദേശിക കൺവെൻഷനിലാണ് CV ബാലചന്ദ്രന്റെ ഏറെ വിവാദമുയർത്തിയ വിമർശനമുണ്ടായത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നതും ഏറെ ശ്രദ്ധേയമാണ്. VT ബൽറാമിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ സൈബർ ഇടങ്ങളിൽ അസഭ്യവർഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യന് നേരെയാണ് സൈബർ ആക്രമണം. സംഭവത്തിൽ പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും MP സുബ്രഹ്മണ്യൻ പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് തൃത്താലയിലെ മുൻ MLA VT ബൽറാമിനെ വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രൻ രംഗത്തെത്തിയത്. വിവാദം രൂക്ഷമായതിനാലാണ് ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹിക്ക് നേരെ സൈബർ ആക്രമണം. നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലെ നിന്ന് കെട്ടി ഇറക്കി ഇവിടെ വന്ന് MLA ആയി. നമുക്കതിൽ വിരോധമില്ല, ആക്ഷേപമില്ല. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറേ ആളുകൾ ഇതൊന്നുമല്ല, ആരോടും ഒന്നും കണ്ടാൽ വേണ്ടില്ല, ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. തന്നെയുമല്ല, ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട ഇവിടെ ഇബ്രാഹിംകുട്ടി സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെന്താ പറയേണ്ടത്? അത് പരിഹരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത്. അതിന് പകരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനാണെന്ന് വരുന്നത് അത് ഈ നാട്ടിൽ നടക്കില്ല. അത് അവസാനിപ്പിച്ച അടങ്ങുള്ളൂ ഈ വരുന്ന ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു. ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട CV ബാലേന്ദ്രൻ മാസ്റ്റർ KPCC നിർവാഹക സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ, എനിക്കത് പറയാൻ പോലും മടിയാണ്, അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ട് എന്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി. ഞാൻ ഈ വിഷയത്തിൽ അതിൽ എനിക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ പോലീസിന് തൃത്താല SHOക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള വൃത്തിഹീനമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് പതിവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അത് പരിശോധിക്കേണ്ടത് KPCCയും അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണമെന്ന് KPCCയോട് ഞാൻ ആവശ്യപ്പെടും. ദേശമംഗലം തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല ഉപാധ്യക്ഷൻ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരൻ സതീഷ് കാക്കരാത്ത് മുഖ്യാതിഥിയായി. ചടങ്ങിൽ സതീഷ് കാക്കരാത്ത് രചിച്ച പുസ്തകങ്ങൾ വായനശാല സെക്രട്ടറി വിനീത് നീണ്ടൂർ ഏറ്റുവാങ്ങി. വായനശാല ഉപദേശക സമിതി അംഗം ഹംസ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിദ്യ മണികണ്ഠൻ, PV നീതു, സുബൈർ, പ്രിയ വിനയൻ, KS ഹമീദ്, ലൈബ്രറിയൻ തസ്നിമ ഷമീർ എന്നിവർ സംസാരിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ സ്വാഗതവും വാർഡ് മെമ്പർ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. പൂക്കാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ച് കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന പേരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രതിഫലിതമാകുന്ന കാലത്തിന്റെ
അവസ്ഥകളെ നമ്മൾ എങ്ങനെ പരിശോധിക്കേണ്ടത് എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടൊരു ശൈലിയാണ് ഈ യോഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സ്വീകരിച്ചത്. അവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത് എന്ന് വളരെ വ്യത്യസ്തം, വളരെ പ്രസിദ്ധമായിട്ടൊരു പറയൽ തന്നെയുണ്ട്. അങ്ങനെ പറയാറുണ്ട് സാധാരണ. അവസ്ഥകളുടെ ആഖ്യാനമാണ് ഏറ്റവും നല്ല ജീവിതാവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത്, കല എല്ലാം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ കലയിലെ ജീവിത വീക്ഷണം, കലയിലെ പ്രപഞ്ച വീക്ഷണം നമ്മൾ സാധാരണ പറയുന്നത്. ഒരു എഴുത്തുകാരൻ ജീവിക്കുന്ന അല്ലെങ്കിൽ കലാകാരൻ ജീവിക്കുന്ന കാലം കലയിൽ എങ്ങനെ അടിസ്ഥാനത്തിൽ അയാളുടെ പ്രപഞ്ച വീക്ഷണത്തെ കുറിച്ച് നമ്മൾ പറയും, അയാളുടെ ജീവിത വീക്ഷണത്തെ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ ജീവിക്കുന്ന കാലം, ആ കാലത്തിൻ്റെ ദുരൂഹമായ സമസ്യകൾ എങ്ങനെയാണ് നമ്മൾ എഴുത്തിൽ പ്രതിഫലിക്കുന്നത്, കലയിൽ പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഫലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് വാസ്തവത്തിൽ സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുകയും ജനങ്ങളോട് സമ്മതിക്കുകയും ചെയ്തത് എന്നുള്ള ഒരു ഉറച്ച ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിലേക്ക് നീങ്ങിയത്. മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം K രവീന്ദ്രൻ, AM നാരായണൻ, പ്രൊഫസർ CP ചിത്ര, TB രഘുനാഥ്, ഡോക്ടർ MR സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സബ് സ്റ്റാഫ് തസ്തികയിൽ നിന്നുള്ള പ്രമോഷന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃത്താല ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് VK പുഷ്പാകരൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാജൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് N രാജേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, CITU ജില്ലാ കമ്മിറ്റി അംഗം V അനിരുദ്ധൻ, ഡിവിഷൻ സെക്രട്ടറി PR കുഞ്ഞുണ്ണി, KM ജിതേഷ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാജൻ, ഏരിയ കമ്മിറ്റി അംഗം AP മണികണ്ഠൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. പുതിയ ഭാരവാഹികളായി NK ബാലൻ പ്രസിഡന്റ്, VK പുഷ്പാകരൻ സെക്രട്ടറി, KM ജിതേഷ് ട്രഷറർ എന്നിവരടങ്ങിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. തുടരും എന്ന് പറയുന്നത് പലർക്കും രസിക്കാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ഇടപെടലുകൾ നടക്കുകയാണ്. ആ ഗവൺമെന്റിനെ എങ്ങനെയാണ് മോശപ്പെടുത്താൻ കഴിയുക എന്നതിന്റെ ആലോചനയില്ല, അതിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ ഇവിടുത്തെ മാധ്യമങ്ങളെ എല്ലാം തന്നെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പണിമുടക്കിൽ തന്നെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തേണ്ട ഒരു പണിമുടക്കിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ പങ്കാളിയായില്ല. എന്താ കാരണം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിന്റെയൊക്കെ തന്നെ നേട്ടം CITU അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈക്കലാക്കും. അതുകൊണ്ട് നമ്മൾ യോജിച്ച നിലപാടെടുക്കേണ്ട എന്ന വന്ന പണിമുടക്കിൽ അവർ പങ്കാളിയായി. അപ്പോ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ വീറ്, അതിന്റെ മുനയൊടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ഇവർ. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 26ാമത് വൈശാഖമേളയ്ക്ക് ജൂലൈ 16 മുതൽ തുടക്കമാകും. ജൂലൈ 16 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വൈശാഖമേള ഉദ്ഘാടനം ചെയ്യും. രവീന്ദ്രൻ വെളിച്ചപ്പാട് അധ്യക്ഷനാകും. ജൂലൈ 17 ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കും. ആഗസ്റ്റ് 10 നടക്കുന്ന മഹാചണ്ഡിക യജ്ഞത്തോടെ വൈശാഖമേള സമാപിക്കും. ചെറുതുരുത്തിയിൽ നിന്നും വീട്ടമ്മയെ കാണാതായതായി പരാതി. ചെറുതുരുത്തി ആറ്റൂർ തറയിൽ തൊടി വീട്ടിൽ സലീമിന്റെ ഭാര്യ 43 വയസ്സുള്ള ഖദീജയെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണി മുതലാണ് ഇവരെ കാണാതാകുന്നത്. മലപ്പുറം താനൂർ ബീച്ച് പരിസരത്ത് വെച്ച് ഖദീജയുടെ മൊബൈൽ ഫോൺ ഓൺ ആയതായി സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കുടുംബം സ്ഥലത്തെത്തി അന്വേഷിച്ചിരുന്നു. പരിസരത്തെ ഒരു വീട്ടിൽ നിന്നും ഇവർ അതുവഴി ഒറ്റയ്ക്ക് നടന്നു പോകുന്നതായും കണ്ടെത്തി. ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും താനൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചെറുതുരുത്തി താനൂർ പോലീസ് സ്റ്റേഷനുകളിലോ 97 47 89 55 51 0488 426 2401 0494 24 40 221 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.